മോർണിംഗ് എജ്യൂബ്ലെറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എക്കണോമിക്സിലെ PYQs ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മൂന്നാമത്തെ പാർട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്, സെക്കൻഡ് 5 ഇയർ പ്ലാൻ ഗേവ് എംഫസിസ് ടു, ഏതിനാണ് കൂടുതൽ ഊന്നൽ നൽകിയത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ആ 5 വർഷം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ലക്ഷ്യം നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഓരോ 5 വർഷം കൂടുമ്പോഴും അതെന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ നമുക്ക് എന്തിനാണ് ഊന്നൽ കൂടുതലായിട്ട് കൊടുത്തത് നമുക്ക് നോക്കാം. കാർഷിക മേഖലയാണോ? അല്ല. നമ്മൾ കാർഷിക മേഖല ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിക്കാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ പ്രാധാന്യം കൊടുത്തത്. സേവന മേഖലയാണോ? അല്ല. നമ്മൾ സർവീസ് സെക്ടറിന് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇവയൊന്നുമല്ല, അത് ഓപ്ഷനെ പോയി. അപ്പം നമുക്ക് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ വ്യാവസായിക മേഖലക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സെക്കൻഡ് 5 ഇയർ പ്ലാൻ PC മഹാലനോബിസ് ആർക്കിടെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു PC മഹാലനോബിസ് മോഡൽ എന്നും കൂടെ ഇതിനെന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. വ്യാവസായിക മേഖലക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അടുത്തതാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ UNDP തയ്യാറാക്കുന്നത് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് പ്രിപ്പയർഡ് ബൈ UNDP, യുണൈറ്റഡ് നാഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നുള്ളതാണ് UNDPയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേതാണ് നമ്മുടെ UNDP പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ഏതാണ് നമ്മുടെ HDI ആണ്, മാനവ വികസന സൂചിക. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയൊന്നും എന്തല്ല, നമ്മുടെ UNDP അല്ല എന്ത് ചെയ്യുന്നത്, പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ 2023 ഡാറ്റ പ്രകാരം ഇന്ത്യക്ക് 130ാമത്തെ സ്ഥാനമുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യ ഇപ്പോഴും എന്താണ്, 4 കാറ്റഗറി ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോഴും എന്താണ്, ഒരു മീഡിയം ലെവൽ ഇടത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു വികസനം വന്ന് നിൽക്കുന്നത്. നമ്മളൊരു ഇടത്തരം മാനവിക വികസനമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ ഇന്ത്യയിലുള്ളത് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തതാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ പാവപ്പെട്ടവർക്ക് ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻഷ്യൂർ ഫുഡ് സെക്യൂരിറ്റി ടു ദ പുവറസ്റ്റ് എമംഗ് ദി പുവർ ഇൻ ഇന്ത്യ? അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കണം, പുവറസ്റ്റ് എമംഗ് പുവർ, അതായത് പാവപ്പെട്ടവർക്ക് ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ മിഡ് ഡേ മീൽ സ്കൂൾ എന്താണ്? മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുന്നത് ഉച്ചഭക്ഷണ പദ്ധതി സ്കൂളിലുള്ളതാണ്. ഇൻറ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, അതായത് ശിശു വികസനവുമായിട്ടാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്, ബന്ധപ്പെട്ട് കിടക്കുന്നത്. നമുക്ക് 2 എണ്ണം ഉണ്ട്. ഓപ്ഷൻ അന്നപൂർണ്ണയുണ്ട്, അതേപോലെ തന്നെ അന്ത്യോദയ അന്നയോജനയുണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ പുവറസ്റ്റ് എമംഗ് പുവർ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അന്നപൂർണ്ണ എന്ന് പറയുന്നത് ഭക്ഷ്യഭദ്രതയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ചോദ്യം ശ്രദ്ധിക്കണം, ഏതാണ്? പാവപ്പെട്ടവരിലും പാവപ്പെട്ടവർക്ക്, പുവറസ്റ്റ് എമംഗ് പുവർ. അപ്പോൾ അന്ത്യോദയ അന്നയോജനയാണ് നമ്മുടെ ആൻസർ എന്ന്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്ക് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് നാഷണലൈസ്ഡ് ബാങ്ക് ഇൻ ഇന്ത്യ? അപ്പോൾ 4 ബാങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേതോ ഒന്ന് എന്തല്ല, ദേശസാൽക്കരിക്കാത്ത ഏതോ ഒരു ബാങ്ക് ഉണ്ട്. അപ്പോൾ നേരത്തെ കഴിഞ്ഞ PYQൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, 12 എണ്ണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തൊട്ട് മുന്നേ ഉള്ള വർഷം വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ദേശസാൽക്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പെടാത്ത ഇന്ത്യയിലുള്ള വേറൊരു ബാങ്ക് ഉണ്ട്. അപ്പം നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI 12 എണ്ണത്തിൽ വരുന്നതാണ്, കാനറ വരുന്നതാണ്, അതേപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡ വരുന്നതാണ്, BOB എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ദേശസാൽക്കരിക്കാത്ത, നാഷണലൈസ് ചെയ്യാത്ത ആൻസർ ഏതാണ്? ഫെഡറൽ ബാങ്ക് ആണെന്ത്, നാഷണലൈസ് ചെയ്യാത്തൊരു ബാങ്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അടുത്തതാണ്, മനുഷ്യ വികസന സൂചിക റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? ഹൂ റിലീസസ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് റിപ്പോർട്ട് എന്നാണ് നമ്മുടെ ചോദ്യം. നേരത്തെ നമ്മൾ പറഞ്ഞ വേൾഡ് ബാങ്ക് ആണോ? അല്ല. ലോക ബാങ്ക് ആണോ? അല്ല. നമുക്ക് സഹായങ്ങൾ തരുന്നതാ വേൾഡ് എക്കണോമിക് ഫോറം അല്ലെങ്കിൽ സാമ്പത്തിക ഫോറമാണോ? അതുമല്ല. അതേപോലെ തന്നെ UNCTAD എന്ന് പറയുന്നതല്ല. ആരാണ് നമ്മുടെ HDI പബ്ലിഷ് ചെയ്യുന്നത്? നമുക്ക് UNDP ആണ്. അതായത് നമ്മൾ നേരത്തെ ഇത് തല തിരിച്ചിട്ട് അവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, UNDP പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ട് ഏതാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഓപ്ഷൻ HDI ആയിരുന്നു വന്നത്. കണ്ടോ, ഒരേ ചോദ്യം തിരിച്ചും മറിച്ചും ചോദിക്കാം. അടുത്ത ചോദ്യം, കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ ഗുണഭോക്താക്കളിൽ ഉൾപ്പെടുന്നത്, ദ ബെനിഫിഷ്യറീസ് ഓഫ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇൻക്ലൂഡ്സ്, ആരായിരിക്കും? കിസാൻ. ചില ഹിന്ദി വാക്കുകളൊക്കെ നമുക്കറിയാലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ വ്യവസായികളായിരിക്കുമോ? അല്ല. അപ്പോൾ ഇതുമല്ല.
ഗവൺമെൻറ് ജീവനക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യാറ് ഇതേപോലെയുള്ള ഇത് കൊടുക്കാറുണ്ടോ? ഇല്ല. ഓപ്ഷൻ എന്താ? കർഷകർ, ഫാർമേഴ്സ്, അതായത് കിസാൻ. കർഷകരെയല്ലേ നമ്മൾ കിസാൻ എന്ന് പറയുന്നത് അല്ലേ? ഇനി അടുത്തതാണ് ജനങ്ങൾക്ക് അവരുടെ അടിസ്ഥാന മിനിമം ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയുടെ പേര്. നെയിം ദ സിറ്റുവേഷൻ വേർ ദ പീപ്പിൾ ആർ അണേബിൾ ടു മീറ്റ് ദെയർ ബേസിക് മിനിമം നീഡ്സ്. അതായത് ഒരാൾക്ക് ബേസിക് ആയിട്ട് വേണ്ട മിനിമം നീഡ്സ് പോലും അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ കുറച്ച് പേര് കൊടുത്തിട്ടുണ്ട്. പണപ്പെരുപ്പം, വളർച്ച, വികസനം, ദാരിദ്ര്യം. അപ്പോൾ വികസനവും അതേപോലെ തന്നെ വളർച്ചയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? വളർച്ച എന്ന് പറയുമ്പോൾ ഗുണപരമായിട്ടുള്ളതാണ്, വികസനം എന്ന് പറയുമ്പം ഗുണപരമായിട്ടുള്ള മാറ്റങ്ങളാണ്. പണപ്പെരുപ്പം അതാണ് നമുക്ക് ഒരു ഇൻഫ്ലേഷൻ എന്ന് പറയുന്നതാണ് കുറച്ച് കൺഫ്യൂഷൻ. എന്താണ് പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അതായത് നമ്മുടെ സാധനങ്ങളുടെ വില ഇങ്ങനെ അടിക്കടി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിനെ നമുക്ക് പണപ്പെരുപ്പം അതായത് ഇൻഫ്ലേഷൻ എന്ന് പറയാം. അതായത് സാധനങ്ങളുടെ വില ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഒരു എക്കോണമിയിൽ, ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് പണപ്പെരുപ്പം എന്ന് പറയാം. അപ്പോൾ അത് നമുക്ക് പ്രശ്നമാണ്. സാധനങ്ങളുടെ വില കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ശമ്പളം അതിനനുസരിച്ചിട്ട് സാലറി കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസിങ് പവർ അല്ലെങ്കിൽ നമ്മുടെ വാങ്ങൽ ശേഷി കുറയും. അതായത് 1000 രൂപയാണ് നമ്മുടെ ഒരു ദിവസത്തെ കൂലി എന്നുണ്ടെങ്കിൽ സാധനങ്ങൾ നമുക്ക് ഒരു 500 രൂപയുടെ ഷർട്ടാണ്, 1000 രൂപയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 1000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ 500 രൂപൻ്റെ ഷർട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വാങ്ങിക്കാം? 2 എണ്ണം വാങ്ങിക്കാൻ പറ്റും. ഇനി ഇൻഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ സാധനത്തിൻ്റെ വില, ഷർട്ടിൻ്റെ വില 750 ആയിട്ട് കൂടി എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഷർട്ടേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ വാങ്ങൽ ശേഷി, പർച്ചേസിങ് പവർ കുറഞ്ഞു. അപ്പോൾ അതാണ് നമ്മുടെ പണപ്പെരുപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? നമുക്ക് നിറവേറ്റാൻ കഴിയാത്ത ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥ അല്ലേ? അപ്പോൾ അതെന്താണ്? പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യമാണെന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതാണെന്ത്? നമ്മുടെ താഴെ തന്നിട്ടുള്ളവയിൽ 1991 പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്തതേത്? അതാണ് ചോദ്യം. ബന്ധമില്ലാത്തതാണ് ചോദ്യം. അതായത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ന്യൂ എക്കണോമിക് പോളിസി 1991. അപ്പോൾ നമുക്കറിയാം 1991 ഇന്ത്യയിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് വളരെ ക്രൈസിസിലൂടെയാണ്, പ്രതിസന്ധിയിലാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഗൾഫ് വാർ, 90 നടന്നിട്ടുള്ള ഗൾഫ് വാറുകൾ, ഇതൊക്കെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഇന്ത്യയെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് നമ്മൾ വേൾഡ് ബാങ്കിനോടും അതേപോലെ തന്നെ IMFനോടൊക്കെ കടമായിട്ട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു ഞങ്ങൾ കടം തന്ന് സഹായിക്കാം, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? പുതിയ റിഫോംസ് അല്ലെങ്കിൽ നയങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. 3 എണ്ണമായിരുന്നു പ്രധാനമായിട്ടുണ്ട്. അപ്പോൾ ഇതിലേതോ ഒന്ന് അതിൽ പെടാത്തതാണ്, നമ്മളോട് ചോദിച്ചത് പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ലിബറലൈസേഷൻ ഉണ്ട്, പ്രൈവറ്റൈസേഷൻ ഉണ്ട്, ഗ്ലോബലൈസേഷൻ ഉണ്ട്, പ്രൊഫഷണലൈസേഷൻ ഉണ്ട്. ഏതായിരിക്കും? പ്രൊഫഷണലൈസേഷൻ. അതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് പ്രൊഫഷണലൈസേഷനാണ്. ഇത് 3 എന്താണ്? നമ്മുടെ റിഫോംസിൽ വരുന്നതാണ്. ലിബറലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കന്ന് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. അതിനെയൊക്കെ എന്ത് ചെയ്യുക? ഉദാരവൽക്കരിക്കുക അല്ലെങ്കിൽ ഒന്ന് അയവ് വരുത്തി മാറ്റങ്ങൾ കൊണ്ടുവരിക. പ്രൈവറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ അന്ന് ഏകദേശം കുറേ കാര്യങ്ങൾ ആരുടെ അണ്ടറിലായിരുന്നു? നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പൊതുമേഖലയുടെ അണ്ടറിലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറേയൊക്കെ എന്ത് ചെയ്യുക? പ്രൈവറ്റ് ആയിട്ടുള്ള ഓണേഴ്സിന്, സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഈ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും വന്നിട്ടുള്ള തിൻ്റെ ഒരു അനന്തര ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം. അതായത് ഏത് സ്ഥലത്തെ സാധനമായാലും നമുക്ക് കിട്ടുന്നില്ല, അത് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ സിമ്പിളായിട്ട് LPG എന്ന് പറയും. 1991 കൊണ്ടുവന്നിട്ടുള്ള മാറ്റമാണ് LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇനി അടുത്തൊരു ചോദ്യം. താഴെ തന്നിട്ടുള്ളവയിൽ ഏത് സ്ഥാപനത്തിനാണ് ഇന്ത്യയിൽ പണം അച്ചടിച്ചിറക്കുന്നതിനുള്ള കുത്തക അവകാശം ഉള്ളത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദി മൊണോപ്പൊളി പവർ ഓഫ് നോട്ട് ഇഷ്യൂ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ നോട്ട് അച്ചടിച്ചിറക്കാൻ ആകെ ഒരാൾക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന് നമുക്കറിയാം. ഫെഡറൽ ബാങ്കിനാണോ? അല്ല. അല്ലേ? SBIക്കാണോ? അല്ല. നബാർഡിനാണോ? അല്ല. ആകെ അധികാരമുള്ളതാർക്കാണ്? നമ്മുടെ RBIക്കാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നോട്ട് ഇഷ്യൂ ചെയ്യാൻ, അതായത് ഇന്ത്യയിൽ 1 രൂപയല്ലാത്ത ബാക്കി എല്ലാ നോട്ടുകൾ ഇഷ്യൂ ചെയ്യാനുമുള്ള അധികാരമുള്ളത് നമ്മുടെ RBIക്കാണ്. ഇനി അഥവാ നമ്മുടെ 1 രൂപ നോട്ടുകളും അതേപോലെ തന്നെ കോയിൻസ് ഉണ്ടാവുമല്ലോ, ഈ കോയിൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ആർക്കാണുള്ളത്? നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ധനകാര്യ മന്ത്രാലയത്തിനാണ് എന്ത് ചെയ്യുന്നത്? കോയിൻസിനും 1 രൂപ നോട്ടിനും അവകാശമുള്ളത്. ബാക്കി എല്ലാ നോട്ടിനും നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു നോട്ടിലായാലും RBI ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്ന
ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത്. ഇനി അടുത്തൊരു ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഉൾപ്പെടുന്നത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇന്റർനാഷണൽ ട്രേഡ്? അന്താരാഷ്ട്ര വ്യാപാരം, അതായത് ഇന്റർനാഷണൽ ട്രേഡ്. ഇന്റർനാഷണൽ എന്ന് പറയുന്ന സമയത്ത് ആ പേര് തന്നെ അറിയാം, എന്ത്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കാര്യമാണ്, അതായത് വ്യാപാരമാണല്ലോ. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരമാണ്. അന്താരാഷ്ട്രം എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും എന്താണ്, ഇൻ്റർനാഷണലാണ്. അതായത് രണ്ട് നാഷൻ തമ്മിൽ, അപ്പം തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് ബിറ്റ്വീൻ കൺട്രീസ് എന്നുള്ളതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇനി അടുത്തതാണ് GST ബിൽ അംഗീകരിച്ച സംസ്ഥാനം. ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് വിച്ച് റാറ്റിഫൈഡ് ദി GST ബിൽ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കേരളം കൊടുത്തിട്ടുണ്ട്, ആസാം കൊടുത്തിട്ടുണ്ട്, പഞ്ചാബ് കൊടുത്തിട്ടുണ്ട്, മഹാരാഷ്ട്ര കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് GST ബില്ല് അംഗീകരിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആസാമാണ് കേട്ടോ. ഇനി ആദ്യത്തേത് ആസാം ആണെങ്കിൽ സെക്കൻഡ് ഏതാ എന്ന് ചോദ്യം വന്നാൽ ഏതാണ്? ബീഹാർ ആണ് കേട്ടോ. ആൻസർ വരുന്നത് ബീഹാർ ആണ്. ഇനി നമ്മുടെ GST കൗൺസിൽ ഉണ്ടാവുമല്ലോ, GST കൗൺസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ GST കൗൺസിലിൻ്റെ ചെയർമാൻ, അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററാണ്. ഫിനാൻസ് മിനിസ്റ്റർ, ഇപ്പോഴത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആരാണ്? നിർമ്മല സീതാരാമനാണ്. അപ്പോൾ അവരാണെന്ത്, നമ്മുടെ GST കൗൺസിലിൻ്റെ നമ്മുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ GST എന്നാ നിലവിൽ വന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ 2017 ജൂലൈ 1 നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് GSTയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കാം. അപ്പോൾ ആദ്യം വന്നത് ആസാമിലാണ്, രണ്ടാമത് വന്നത് ബീഹാറിലാണ്. 2017 ജൂലൈ 1 നിലവിൽ വന്നിട്ടുള്ളത്. GST കൗൺസിലിൻ്റെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. ഇപ്പം ആരാണ്? നിർമ്മല സീതാരാമനാണ്. അപ്പം ഇത്രയാണ് നമ്മൾ ഒരു 2021 തൊട്ട് 2024 വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് എക്കണോമിക്സിലുള്ള ചോദ്യങ്ങൾ. ഇതിൽ പലതും റിപ്പീറ്റഡ് ആയിട്ട് തന്നെ അതേപോലെ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറേ ഏരിയാസ് ഉണ്ട്. അതായത് നമ്മുടെ WTOയിൽ നിന്ന്, അതേപോലെ HDI അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ സ്ഥിരമായി ചോദിക്കുന്നതാണ്. അതേപോലെ 5 ഇയർ പ്ലാൻ, ഇതൊക്കെ നമ്മളൊരു 3 പാർട്ട് നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ വരുന്നത് എന്നുള്ളത്. അതായത് വളരെ പ്രാധാന്യമുള്ള ഏരിയ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, അതായത് സിലബസ് കവർ ചെയ്താൽ മാത്രം പോരാ, ക്വസ്റ്റ്യൻസും കൂടെ ഇത് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് നോക്കണം. PYQs നോക്കിയിട്ട് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നല്ല പോലെ ക്വസ്റ്റ്യൻ നോക്കുക. ചിലപ്പം നോട്ട് അല്ലെങ്കിൽ അല്ലാത്തതെന്നൊക്കെ ചോദ്യം വരും. അപ്പം നമ്മൾ മാറിപ്പോരുത്, കാരണം ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ പോയി. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ മനസ്സിലായിട്ടുണ്ട്, PYQs മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റ് PYQസുമായിട്ട് നമ്മുടെ ജോഗ്രഫിയും അതേപോലെ തന്നെ പൊളിറ്റിക്സിൻ്റെയൊക്കെ PYQസും ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തൊട്ടടുത്ത ക്ലാസ്സുകളിൽ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.